തായ്വാൻ സ്വന്തമാക്കുക എന്നുള്ളത് ചൈനയുടെ എല്ലാ കാലത്തെയും വലിയ ആഗ്രഹമാണ്. ടിബറ്റ് ഒക്കെ ചൈന ഇതുപോലെ തന്നെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രദേശമാണ്. എന്തിനു പറയുന്നു, ഹോങ്കോങ് പോലും ചൈനയുടെ പ്രദേശമല്ല, ചൈന പിടിച്ചെടുത്തതാണെന്നാണ് പറയപ്പെടുന്നത്. ഹോങ്കോങ് ഇടയ്ക്കിടയ്ക്ക് വലിയ ആഭ്യന്തര കലാപമൊക്കെ ഉണ്ടാകാറുള്ള ഒരു പ്രദേശം കൂടിയാണ്. എന്തായാലും തായ്വാൻ ചൈന പിടിച്ചെടുക്കാനായിട്ട് ചൈനയ്ക്ക് ഒരു വലിയ റിസ്ക് തന്നെയുണ്ട് അതിനകത്തെന്നുള്ളതാണ്. കാരണം തായ്വാനെ തൊട്ടാൽ അമേരിക്ക രംഗത്ത് വരും, അമേരിക്ക രംഗത്ത് വന്നാൽ അത് നാറ്റോ ഇടപെടും, വലിയ രീതിയിലുള്ളൊരു പ്രക്ഷോഭമായി അത് മാറും, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൽ അത് കലാശിക്കും. ചൈന അത് ആഗ്രഹിക്കുന്നില്ല. എന്തായാലും തായ്വാൻ പിടിച്ചെടുക്കാൻ ചൈന ഉടനെ തന്നെ ചില ശ്രമങ്ങൾ നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് വിചാരിക്കേണ്ടത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, തായ്വാൻ പിടിച്ചെടുക്കുമ്പോൾ തങ്ങളുടെ അതിർത്തികൾ ശാന്തമായിരിക്കേണ്ടത് ചൈനയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജയശങ്കർ, അതായത് ഫോറിൻ മിനിസ്റ്റർ സുബ്രഹ്മണ്യം ജയശങ്കർ ചൈനയിലേക്ക് ഇപ്പോൾ ചെന്നപ്പോൾ ഞങ്ങൾ നിങ്ങളുമായി വളരെയധികം സൗഹൃദം ആഗ്രഹിക്കുന്നു എന്ന് ചൈന ഇങ്ങോട്ട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോരാത്തതിന് ഞങ്ങൾക്ക് നമ്മുടെ വ്യാപാര കരാറിലൊന്നും തന്നെ നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ വ്യാപാര കരാറിലേക്ക് ബാധിക്കരുത് എന്നൊക്കെ കൃത്യമായി ഷീ ജിൻപിങ് നമ്മുടെ ജയശങ്കറിനോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ജയശങ്കർ തിരിച്ചു പറഞ്ഞത്, തീവ്രവാദം നടത്തുന്ന യാതൊരുവിധ രാജ്യങ്ങളുമായും ഒരു വ്യാപാരവും ഞങ്ങൾക്ക് വേണ്ട, അതാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാട് എന്നുള്ളതാണ്. എന്തായാലും ചൈന ഇപ്പോൾ ഇന്ത്യയുമായി സൗഹൃദം ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം തായ്വാനിൽ ചൈന നടത്താൻ പോകുന്ന അറ്റാക്കാണെന്നാണ് നയതന്ത്ര വിദഗ്ധരെല്ലാം പറയുന്നത്. കാരണം തായ്വാനിൽ ചൈന അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ ആ അറ്റാക്ക് നടക്കുമ്പോൾ ഇന്ത്യ ചൈനയുടെ അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ചൈനയുടെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത്. എന്തായാലും അമേരിക്ക രംഗത്തെത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്ക ഉത്തര കൊറിയയ്ക്ക് സമീപം വലിയ വ്യോമാഭ്യാസമൊക്കെ നടത്തിയത്. ഇപ്പോഴിതാ തായ്വാനെ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിൽ ചൈന ഒരു വമ്പൻ നീക്കം നടത്തിയിരിക്കുകയാണ്. അതായത് തായ്വാന് ചുറ്റും 58 യുദ്ധവിമാനങ്ങളാണ് ചൈന ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ തായ്വാന് ചുറ്റും പടക്കപ്പലുകൾ ചൈന വിന്യസിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. എന്തായാലും താരിഫുകളെ ചൊല്ലി അമേരിക്കയും ചൈനയും തമ്മിൽ തർക്കമുണ്ട്. മറുവശത്ത് ചൈന തായ്വാന്റെ പ്രശ്നങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തായ്വാൻ പ്രതിരോധ മന്ത്രാലയം വ്യാഴാഴ്ച പറയുന്നത്, നമ്മുടെ രാജ്യത്തിന് ചുറ്റുമുള്ള വ്യോമാതിർത്തിയിൽ 58 ചൈനീസ് യുദ്ധവിമാനങ്ങളും 9 ചൈനീസ് നാവിക കപ്പലുകളും വന്നിട്ടുണ്ട്. ഇതിൽ 45 വിമാനങ്ങൾ മധ്യരേഖ കടന്ന് തായ്വാന്റെ വടക്കൻ, മധ്യ, തെക്കു പടിഞ്ഞാറൻ, കിഴക്കൻ ADEസിലേക്ക്, അതായത് വ്യോമ പ്രതിരോധ തിരിച്ചറിയൽ മേഖല കടന്ന് പ്രവേശിച്ചു എന്നാണ് ഇപ്പോൾ തായ്വാൻ പറയുന്നത്. ചൈനയുടെ ഈ നടപടിയിൽ ഫ്രാൻസും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം അമേരിക്ക വരും, തൊട്ടുപുറകെ യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോയും ഈ കാര്യത്തിൽ ഇടപെടുമെന്നുള്ളത്. എന്തായാലും തായ്വാൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നതനുസരിച്ച് ചൈനീസ് വിമാനങ്ങളുടെയും നാവിക കപ്പലുകളുടെയും നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുധനാഴ്ച നേരത്തെ തായ്വാൻ 38 ചൈനീസ് വിമാനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ 28 എണ്ണം മീഡിയൻ ലൈൻ കടന്ന് തായ്വാന്റെ മധ്യ തെക്ക് പടിഞ്ഞാറൻ അഡീസിൽ പ്രവേശിച്ചു. 2025 നാഷണൽ സ്ട്രാറ്റജി റിവ്യൂവിൽ ചൈനയുടെ സൈനിക പ്രവർത്തനങ്ങളിൽ ഫ്രാൻസും ആശങ്ക പ്രകടിപ്പിച്ചു എന്നത് ശ്രദ്ധേയമാണ്. തായ്വാന് ചുറ്റുമുള്ള ചൈനയുടെ സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും തായ്വാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ സപ്പോർട്ടുള്ള സൈനികാഭ്യാസത്തിൽ ചൈനയ്ക്ക് വലിയ രീതിയിലുള്ള അസംതൃപ്തിയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അതിന് പിന്നാലെയാണ് തായ്വാന് ചുറ്റും ഇപ്പോൾ ചൈന പടയൊരുക്കം നടത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.